ഇടുക്കി തൊടുപുഴ നഗരസഭയിൽ LDFന് ഭരണം നഷ്ടമായി. BJP പിന്തുണയോടെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 12-നെതിരെ 18 വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പാസായത്. വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്ത 4 BJP അംഗങ്ങളെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. തൊടുപുഴ നഗരസഭയിലെ 35-അംഗ കൌൺസിലിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള UDFന് കഴിഞ്ഞ 4.5 വർഷമായി അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അവസാന ലാപ്പിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. 14 UDF അംഗങ്ങൾ. അവിശ്വാസം പാസ്സാകാൻ വേണ്ടത് 18 പേരുടെ പിന്തുണ. വിപ്പ് ലംഘിച്ച് 4 BJP അംഗങ്ങൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്തു. 18 അംഗങ്ങൾ മതി ഈ ഭരണം പോകുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് 12-നെതിരെ UDFന്റെ 14 പേരും ഞങ്ങൾ 4 പേരും അങ്ങനെ 18 പേരുടെ അംഗബലത്തോടു കൂടിയിട്ടാണ് CPMന്റെ ഭരണം ഇവിടെ തൊടുപുഴയിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. BJPയുടെ കൂട്ടുപിടിച്ച് നേടിയ വിജയമല്ലെന്നാണ് UDFന്റെ വാദം. ഒരു കൗൺസിൽ കൃത്യസമയത്ത് വിളിച്ചു ചേർക്കുന്നില്ല, അല്ലെങ്കിൽ കൗൺസിലിലെ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നില്ല. തീരുമാനങ്ങളെടുത്ത് DPC അടക്കമുള്ള കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്ന തീരുമാനങ്ങൾ പോലും അത് കൗൺസിലിലെ തീരുമാനം മാറ്റിമറിച്ചുകൊണ്ട് സ്വന്തമായി തീരുമാനമെടുക്കുക. ഇതിലൊക്കെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയത്. UDF BJP കൂട്ടുകെട്ട് നല്ല രീതിയിൽ നടക്കുന്ന ഭരണത്തെ അട്ടിമറിച്ചു എന്ന് LDF. എക്കാലം ഉള്ളതാണല്ലോ BJPയുടെ UDFന്റെ ആവശ്യത്തെ കൂട്ടുകെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇവിടെയും അത് അങ്ങനെ തന്നെ വന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വിപ്പ് ലംഘിച്ച BJP അംഗങ്ങൾക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകും. എന്നാൽ നഗരസഭയിൽ ആര് ചെയർമാൻ സ്ഥാനാർത്ഥിയാകുമെന്നതിൽ UDFൽ തീരുമാനമായിട്ടില്ല. അതേസമയം അവിശ്വാസ പ്രമേയത്തിലൂടെ UDF തിരിച്ചുപിടിച്ച മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ പ്രസിഡന്റായി കോൺഗ്രസ് അംഗം വത്സമ്മ സെബാസ്റ്റ്യൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 24 ഇടുക്കി.